ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്തേക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. ഇതിലേക്ക് ഒരുപാട് ഓയിലോ അല്ലെങ്കിൽ മൈദയോ ഒന്നും ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ടിട്ടുണ്ട്. ഇനി കുറച്ച് ഓയിലും കൂടെ ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ബട്ടറിൽ മാത്രമാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ബട്ടർ കരിയുമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് ഓയിലും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ സവാള ഒന്ന് വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനിവിടെ ഒരു വലിയ സവാള അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. നിങ്ങൾക്ക് കൂടുതൽ അളവിൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് സവാളയൊക്കെ ചേർത്ത് കൊടുക്കാം. സവാള ഒന്ന് ചെറുതായിട്ട് വഴന്നു വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ബാക്കിയുള്ള വെജിറ്റബിൾസൊക്കെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്ത് വെജിറ്റബിൾസും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ക്യാബേജും ക്യാരറ്റും ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുള്ളതാണ് ചേർത്തിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ ബീൻസ്, മഷ്റൂം ഒക്കെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വീട്ടിലുണ്ടാക്കി എടുക്കുന്ന സമയത്ത് എന്തൊക്കെ വെജിറ്റബിൾസ് ആണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് അതൊക്കെ ചേർക്കുക. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അതിന് മുമ്പായിട്ട് നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെജിറ്റബിൾസിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്താൽ മതി കേട്ടോ. ഉപ്പ് ചേർക്കുമ്പോൾ വളരെ കുറച്ച് ചേർത്താൽ മതി. നമ്മളിതിലേക്ക് മാഗി ക്യൂബ്സ് ചേർക്കുന്നുണ്ട്. ക്യൂബിലും ഉപ്പുണ്ടാവും. അപ്പോൾ നല്ല പോലെ ഇതൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് വഴന്ന് വന്നതിന് ശേഷം നമ്മളിതിലേക്ക് ഒരു മാഗി ക്യൂബ്സ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. മാഗി ക്യൂബ്സിൻ്റെ ഫ്ലേവർ കുറച്ച് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ടെണ്ണമൊക്കെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ തീരെ ഉപ്പ് ചേർക്കാതിരുന്നാൽ മതി. ഞാനിവിടെ ഒരു ക്യൂബാണ് ചേർത്തിട്ടുള്ളത്. ഇനി ആവശ്യത്തിനുള്ള കുരുമുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. കുരുമുളകൊക്കെ നിങ്ങൾക്ക് കൂടുതൽ അതിൻ്റെ ഒരു ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് ചേർക്കാം. ഇത്രയേ ഉള്ളൂ. ഇനി ഇത് ചൂടാറാനായിട്ട് മാറ്റി വെക്കുക. ഇനി ഒരു ബൗളിലേക്ക് ഞാൻ 4 കോഴിമുട്ട ഒന്ന് പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട്. ഞാനിവിടെ ഇപ്പോൾ ഒരു 4 കോഴിമുട്ട വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. നിങ്ങൾക്ക് എത്ര അളവിലും ചെയ്തെടുക്കാം. മുട്ട ഒന്ന് പൊട്ടിച്ചെടുത്തതിന് ശേഷം നല്ല പോലെ അതൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. ഒരുപാട് അടിച്ച് പതപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാൽ ചെറുതായിട്ട് ഒന്ന് പത വരുന്ന വരെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു സ്പൂണോ അല്ലെങ്കിൽ ഒരു വിസ്കോ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. മിക്സിയിൽ അടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി മുട്ടയിലേക്ക് നമ്മൾ ഉപ്പ് ചേർക്കണ്ട കേട്ടോ. ഉപ്പ് ലാസ്റ്റ് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്താൽ മതി. ഇനി നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള മക്രോണിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഏത് ടൈപ്പ് പാസ്തയും നിങ്ങൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉപ്പിട്ട് വേവിച്ചെടുത്തിട്ടുള്ള മക്രോണിയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. അത് നിങ്ങൾക്ക് ഏത് അളവിലും ചേർത്ത് കൊടുക്കാം. ഇനി നേരത്തെ വഴറ്റി വെച്ചിട്ടുള്ള ഒരു വെജിറ്റബിൾസിൻ്റെ ഒരു മിക്സും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല പോലെ ചൂടാറിയിട്ട് വേണം നമ്മളിത് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇല്ല എന്നുണ്ടെങ്കിൽ മുട്ട പെട്ടെന്ന് അങ്ങോട്ട് വെന്ത് പോകും കേട്ടോ. അപ്പോൾ നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇതിലേക്ക് ഇനി മല്ലിയിലൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ മല്ലിയിലൊന്നും ചേർക്കണില്ല. ആ ഒരു മാഗി ക്യൂബ്സിൻ്റെയും കുരുമുളകിൻ്റെയും ആ ഒരു ഫ്ലേവർ മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. ബട്ടറിൻ്റെ ഒക്കെ ആ ഒരു ടേസ്റ്റ് ആവും ഇതിനുണ്ടാവുക. കുറച്ചും കൂടെ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഇനി എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഉപ്പ് ഉണ്ടോ എന്ന് നോക്കുക. ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി കുറച്ച് തക്കാളി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളി നമ്മൾ വഴറ്റിയെടുക്കുമ്പോൾ ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. തക്കാളി ഇങ്ങനെ ചേർത്താൽ തന്നെ വെന്ത് കിട്ടും. ഇനി നല്ല പോലെ മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ പാനൊന്ന് ചൂടാക്കി എടുത്തിട്ട് അതിൽ കുറച്ച് ഓയിലൊന്ന് ആക്കിയതിന് ശേഷം ഈ ഒരു മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ല പോലെ ഒന്ന് നിരത്തിയെടുക്കുക. എല്ലാ ഭാഗവും ഒരേപോലെ ആക്കിയെടുക്കുക കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മൊസറല്ല ചീസാണ് ഇട്ട് കൊടുക്കുന്നത്. ചീസും കൂടെ ചേർക്കുമ്പോഴാണ് കറക്റ്റ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. ചീസ് ഇല്ലാണ്ട് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ചീസും കൂടെ ചേർത്തിട്ട് നമ്മളിത് അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിൽ മൈദയൊന്നും ഇല്ലാത്ത കാരണം തന്നെ പെട്ടെന്ന് കുക്കായി കിട്ടും. കോഴിമുട്ടയാണ്. ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും ഇതിൽ വേവിച്ചിട്ടാണ് നമ്മൾ ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഒരു 10 മിനിറ്റിന് ശേഷം നമുക്കിത് തുറന്നിട്ട് ചൂടാറിയിട്ട് കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കുക. അത് തിരിച്ചിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ചീസുള്ളത് കാരണം തന്നെ ചീസ് ആ ചൂടുകൊണ്ട് തന്നെ നല്ല പോലെ മെൽറ്റായിട്ടുണ്ടാവും. അപ്പോൾ ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇഫ്താർ സ്നാക്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ.